ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അയില മുളകിട്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 അയില 2 കഷ്ണമായി 10 കഷ്ണമാക്കി നല്ലപോലെ വരഞ്ഞ് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു സവോള അതേപോലെ നീളത്തിൽ പൊടിയായി അരിഞ്ഞതും, ഒരു 10-12 വെള്ളുള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു 3 പച്ചമുളക് കീറിയതും, ഒരു 2 തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി ഇതാ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, 1.5 സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് തീ ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു 1-1.5 മിനിറ്റ് നമ്മളിതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇതുപോലെ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് അവിടെ നിന്ന് കരിഞ്ഞു പോകും. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ആ തക്കാളിയിലെ 1.5 തക്കാളി പൊടിയായി അരിഞ്ഞിട്ട് നമ്മളതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ബാക്കി അര തക്കാളി നമ്മൾ വേറെ ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് സവോള ഇട്ട് കൊടുക്കാം, വെള്ളുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം, നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഈ സവോളയും വെള്ളുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഈ ഒരു കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾക്ക് ആ അര തക്കാളി ഉണ്ടല്ലോ, അത് ചെറിയ പീസാക്കിയിട്ട് ഇതേമാതിരി ഒരു 5 കഷ്ണമുണ്ട്, അതുകൂടി ഇപ്പോൾ അതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി അരച്ച് ചേർക്കുമ്പോൾ ചിലർക്ക് തക്കാളി ഒന്ന് മേലെ കാണണം ഒരു ഭംഗിക്ക് വേണ്ടിയെന്ന്, അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അരച്ച് ചേർത്താൽ നല്ല കൊഴുപ്പ്, നല്ല ഗ്രേവിക്ക് ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മൾ ആ തക്കാളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തു, അതുകൂടി ചേർത്ത് ഒന്ന് മിക്സായി കൊടുക്കുക. ഇനി അത് ആ പുളിവെള്ളം നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് 10 കഷ്ണം അയിലയാണുള്ളത്. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾക്ക് നേരത്തെ ചൂടാക്കി വെച്ച പൊടികളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത് നമ്മളെ മലബാർ സ്റ്റൈലിലൊക്കെ, കോഴിക്കോടൻ സ്റ്റൈൽ ഒരു അയില മുളകിട്ടതാണ്. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന ഇതേ രീതിക്കാണ്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് നമ്മൾ ആ ഗ്രേവി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ മസാലയും എല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഞാൻ ഇപ്പോൾ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ട്. അതുകൂടി ചേർത്ത് നമ്മളൊന്ന് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. ആ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വരട്ടില്ല. നല്ലതുപോലെ തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, മീൻ കഷ്ണങ്ങൾ ഇട്ടാൽ അധിക സമയമൊന്നും വേവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണ്ട. ഇതേപോലെ നമ്മളൊന്ന് ചട്ടി ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അതുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മീനിന് അത്രയൊക്കെ തന്നെ വേവുണ്ടാവുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇനിയിപ്പോൾ നമുക്കത് 2 മിനിറ്റ് കൂടി ഒന്ന് ചൂടത്ത് അങ്ങനെ ഇരിക്കട്ടെ, ചെറിയ ചൂടിൽ. ഈ സമയത്ത് നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പർ അയില മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തക്കാളി അരച്ചൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒരു 5 ചുവന്നുള്ളി പൊടിയായി കട്ട് ചെയ്ത് ഇതേപോലെ ഞവണ്ടിയിട്ടാണ് ആ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ചൂടോടുകൂടി ആ ഗ്രേവിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ചൂടുള്ള ഗ്രേവിയിൽ ഇരുന്നത് വെന്തോളും. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയില കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പൊറോട്ട, ചപ്പാത്തി, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ കോഴിക്കോടൻ സ്റ്റൈലിൽ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഹോട്ടലുകളിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാനത് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത്. വീറ്റ് പൊറോട്ടയും മീൻ മുളകിട്ടതും നല്ല ഒരു കോമ്പിനേഷനാണ്. എന്തിൻ്റെ കൂടെയും ഇത് നന്നായിട്ട് ചേരും.
വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.